നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ കോക്രോച്ച് പാർട്ടി തുടങ്ങിയ പ്രതിഷേധം അത് തുടർച്ചയായ ദിവസങ്ങളിൽ വലിയ പ്രതിഷേധമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ ഉൾപ്പെടെ സമരവേദിയിലേക്ക് എത്തുന്നതാണ് നമ്മൾ കാണുന്നത്. കേന്ദ്രം അതേസമയം തന്നെ അനുരഞ്ജനത്തിനുള്ള നീക്കങ്ങൾ തുടങ്ങിയെന്ന വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. വിശദമായി തന്നെ അതിലേക്ക് കടക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഡൽഹിയിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ശക്തമാവുകയാണ്. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രാഹുലും പ്രിയങ്കയും കൂടി തെരുവിലിറങ്ങുന്നതാണ് ഇന്ന് നമ്മൾ കണ്ടത്. പ്രതിഷേധം കടുക്കുമ്പോൾ അനുനയത്തിനുള്ള നീക്കം കേന്ദ്രവും തുടങ്ങിയിരിക്കുന്നു. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് രാഹുലുമായി സംസാരിക്കുകയാണ്. സമരവേദിയിലെത്തി. മാത്രവുമല്ല, വിഷയത്തിൽ പ്രതികരണവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രംഗത്തെത്തുന്നതും കണ്ടു. കുട്ടികളെ പ്രകോപിപ്പിക്കരുതെന്നും അവർക്ക് ശരിയായ വഴി കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടതെന്നുമാണ് ഇന്ന് പ്രധാനമന്ത്രി NDA ജനപ്രതിനിധികളോട് പറഞ്ഞതായി കിരൺ റിജിജു പറഞ്ഞിരിക്കുന്നത്. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ചിൽ ഇന്നലെ വലിയ സംഘർഷമുണ്ടാവുകയും ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ ഈ പ്രതികരണം വരുന്നത്. ഈ വിഷയം ഇന്ന് സഭയിൽ പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിയുന്ന സാഹചര്യവുമൊക്കെ ഉണ്ടായപ്പോൾ ഇന്ന് ഈ വിഷയത്തിലുണ്ടായ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വിശദമായി നമുക്ക് നോക്കിയാൽ, നീറ്റ് CBSE പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രതികരണം വന്നു എന്നതാണ്. ദിവസങ്ങൾക്ക് ശേഷം ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി പ്രതികരിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കുട്ടികളെ പ്രകോപിപ്പിക്കരുതെന്നും അവർക്ക് ശരിയായ വഴി കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം NDA ജനപ്രതിനിധികളോട് ഇന്ന് NDA യോഗത്തിൽ പറഞ്ഞു. തെറ്റായ വഴിയിലേക്ക് പോകാൻ എളുപ്പമാണ്, എന്നാൽ അവിടെ നിന്ന് കുട്ടികളെ തിരികെ കൊണ്ടുവരുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. യുവാക്കളെ ശരിയായ പാതയിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നതാണ് പ്രധാനമന്ത്രി ഇന്ന് NDA യോഗത്തിൽ പറഞ്ഞത്. NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ സംസാരിക്കവെയായിരുന്നു പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. യുവാക്കൾ തെറ്റിദ്ധരിക്കപ്പെടുകയാണ് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കുറ്റക്കാരായവർക്കെതിരെ സർക്കാർ കർശന നടപടിയെടുത്തിട്ടുണ്ട് എന്ന് പ്രധാനമന്ത്രി ഈ യോഗത്തിൽ വ്യക്തമാക്കിയതായും കേന്ദ്രമന്ത്രി കിരൺ റിജിജു മാധ്യമങ്ങളോട് പറഞ്ഞു. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് പാർലമെന്റ് സുഗമമായി നടത്താൻ സഹകരിക്കണം എന്ന് പ്രതിപക്ഷത്തോട് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചതായും അദ്ദേഹം അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഇതേ വിഷയത്തിൽ വലിയ പ്രതിഷേധം സഭയിൽ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി അത്തരമൊരു അഭ്യർത്ഥന പ്രതിപക്ഷ പാർട്ടികൾക്ക് മുന്നാലെ വെച്ചത് എന്ന് പറഞ്ഞത്. പക്ഷേ അതിനുശേഷവും സഭയിൽ ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധമാണ് അരങ്ങേറിയത്. എന്തായാലും കിരൺ റിജിജു ഇന്ന് NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞതിനെക്കുറിച്ച് പറയുന്നതൊന്ന് കേൾക്കാം. नीट के एग्जाम के बारे में आदरणीय प्रधानमंत्री जी ने कहा है कि जब का खबर आए तुरंत सरकार ने कार्रवाई किया और 13 लोगों को अरेस्ट करके जेल में डाल दिया गया है और साथ साथ जो छात्र हैं, स्टूडेंट्स हैं, उनका भविष्य को नुकसान ना हो इसलिए री एग्जामिनेशन नीट का प्राथमिकता दिया गया और री एग्जामिनेशन को सक्सेसफुली सफलतापूर्वक कंडक्ट किया गया और उसका रिजल्ट निकालने में कोई विलंब नहीं किया। तो दोबारा इस तरह का पेपर लीक ना हो इसके लिए सख्ती से कदम जो उठाया गया है। जिन्होंने पेपर लीक धंधे में जो लिप्त है, जो लोग दोषी पाए गए हैं, जिसको अरेस्ट किया गया है, उसको जेल में डाल करके प्रधानमंत्री जी ने अपील भी किया है कि उनका जो सजा है उसको सख्ती से सख्ती सजा कैसे दिया जाए उसमें सारा टॉप क्लास के वकील लोग भी साथ दें ताकि जो पेपर लीक जैसे पाप काम किया है उन लोगों को घोर सख्त सजा मिले और आगे पेपर लीक नहीं होने के लिए सख्ती से जो कदम उठाया गया है उसके बारे में भी प्रधानमंत्री जी ने जानकारी दिया
ഇപ്പോൾ പ്രധാനമന്ത്രി ഇക്കാര്യങ്ങൾ യോഗത്തിൽ പറഞ്ഞു എന്നതാണ് കിരൺ റിജിജു ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ ദിവസം പ്രതിഷേധക്കാരുമായി കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. ആരോഗ്യമന്ത്രി JP നദ്ദയുമായി കോക്രോച്ച് പാർട്ടി പ്രതിനിധികൾ ചർച്ച നടത്തിയെങ്കിലും കൃത്യമായ ഉറപ്പുകളൊന്നും ലഭിച്ചിരുന്നില്ല. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതടക്കമുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം CJP വക്താവ് സൗരഭ് ദാസ് വ്യക്തമാക്കിയിരുന്നു. പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം ഈ വിഷയത്തിൽ. പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിയുന്ന സാഹചര്യമുണ്ടായി. നാളെ രാവിലെ 11 മണിക്കായിരിക്കും സഭ വീണ്ടും ചേരുക. ഇന്ന് 3 തവണയാണ് സഭാ നടപടികൾ തടസ്സപ്പെട്ടത്. പ്രതിപക്ഷ പ്രതിഷേധം അവസാനിക്കാത്ത സാഹചര്യത്തിലാണ് സ്പീക്കറും ചെയർമാനും സഭ പിരിച്ചത്. ഇന്നത്തേക്ക് പിരിയുന്നതായി അറിയിച്ചത്. മൺസൂൺ സമ്മേളനത്തിന്റെ ആദ്യ ദിവസമായി ഇന്നലെ തന്നെ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായിരുന്നു. ചോദ്യപേപ്പർ ചോർച്ച വിവാദം, വിദ്യാർത്ഥികൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ, ഒപ്പം അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട സംഭാവന തട്ടിപ്പ് ആരോപണം എന്നിവ ചർച്ച ചെയ്യണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം സഭയ്ക്കകത്തും പുറത്തും ശക്തമാക്കിയിരിക്കുന്നത്. പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ച പ്രതിപക്ഷ നേതാക്കൾ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളിൽ കേന്ദ്ര സർക്കാർ അനാസ്ഥയാണ് കാണിക്കുന്നതെന്ന് ആരോപിച്ചിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഇതിന് പിന്നാലെയാണ് ഇന്നും ശക്തമായ പ്രതിഷേധം സഭയ്ക്കുള്ളിൽ അരങ്ങേറിയത്. സഭാ നടപടികൾ ഇന്നത്തേക്ക് അവസാനിപ്പിച്ചതിന് പിന്നാലെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ CJPക്ക് പിന്തുണയുമായി തെരുവിലിറങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. ജന്തർ മന്ദറിൽ CJP നടത്തിവരുന്ന പ്രതിഷേധങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലേക്ക് പ്രതിഷേധ പ്രകടനം നടന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവർ പ്രതിഷേധം നയിച്ചു. കേരള മുഖ്യമന്ത്രി VD സതീശനും ആ പ്രതിഷേധത്തിൽ അണിനിരന്നു. കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള MP-മാരും പ്രവർത്തകരും ഇതിൽ പങ്കാളികളായി. സമരത്തിൽ പങ്കെടുത്ത നേതാക്കളടക്കമുള്ളവരെ പോലീസ് ഇതിനിടെ കസ്റ്റഡിയിലെടുക്കുന്നുണ്ടായിരുന്നു. മന്ത്രി PC വിഷ്ണുനാഥും കസ്റ്റഡിയിലെടുത്ത നേതാക്കളിൽ ഉൾപ്പെടുന്നുണ്ട്. ഇടുക്കി MP ഡീൻ കുര്യാക്കോസിനെ തറയിലൂടെ വലിച്ചിഴച്ചുകൊണ്ടാണ് പോലീസ് വാഹനത്തിൽ കയറ്റിയത്. അങ്ങനെ കുറെ പേരെ അറസ്റ്റ് ചെയ്ത് നീക്കി. പക്ഷേ ഇപ്പോഴും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ളവർ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. നേരത്തെ ഈ സമരത്തിന് മുൻപ്, സഭാ നടപടികൾക്ക് മുമ്പ് പോലീസ് അതിക്രമത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ള വിദ്യാർത്ഥികളെ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും സന്ദർശിച്ചിരുന്നു. CJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെയുണ്ടായ പോലീസ് നടപടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗനം പാലിക്കുന്നതിനെ ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ സമരക്കാർക്കൊപ്പം ചേർന്നുകൊണ്ട് ശക്തമായ പ്രതിഷേധത്തിന് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. രാഹുൽ ഈ സമരവേദിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മുഖ്യമന്ത്രി VD സതീശൻ അവിടേക്ക് എത്തുന്നതാണ്. അങ്ങനെ വലിയ ഒരു സമരമായി ഇത് മാറിക്കൊണ്ടിരിക്കുകയുമാണ്. 30 ദിവസമായി നടന്നു വരുന്ന സമരം ആണ് അവിടെ നടക്കുന്നത്. അതിപ്പോൾ വലിയ ശക്തമായ ഒരു പ്രതിഷേധമായി മാറിയിരിക്കുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. പ്രതിപക്ഷ പാർട്ടികളുടെ കൂടി പിന്തുണ. രാഹുൽ ഗാന്ധി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ആ സമരവേദിയിലെത്തുമ്പോൾ ആ സമരം കൂടുതൽ കടുക്കുകയാണ്. ഇപ്പോൾ കിരൺ ബാബു വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. കിരൺ, ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുമ്പോൾ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് സംഭവ സ്ഥലത്തെത്തി അനുനയ ചർച്ചകൾ നടത്തുന്നതാണ് നമ്മൾ കണ്ടത്. അദ്ദേഹം രാഹുലുമായി ഏറെ നേരം സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം അവിടുന്ന് മടങ്ങിയിരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ഒരു അനുനയ ശ്രമം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്ന് വേണമോ നമ്മൾ മനസ്സിലാക്കാൻ? പ്രതിപക്ഷ പാർട്ടികൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? രേണുക, ഇന്ത്യയുടെ സമീപകാല ചരിത്രത്തിൽ എവിടെയുമില്ലാത്ത രീതിയിൽ CJPയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് വരുന്ന യുവാക്കളാണ് ഡൽഹിയിൽ വലിയ പ്രതിഷേധമുയർത്തിയത്. ഇന്നലെ അതിനെതിരെ പോലീസ് നടപടിയിലൂടെ അതിനെ നേരിടാൻ ശ്രമിച്ചുവെങ്കിലും ഇന്ന് വീണ്ടും അതുപോലെ തന്നെ ആ യുവാക്കളുടെ ഒരു വലിയ നിരയാണ് സമരവുമായി രംഗത്ത് നിൽക്കുന്നത്. അതിനൊപ്പമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മറ്റൊരു സമരം കൂടി നടക്കുന്നത്. ഈ പ്രതിഷേധത്തിനോട് ചേർന്ന് തന്നെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും കേരള മുഖ്യമന്ത്രി
മുഖ്യമന്ത്രി വി ഡി സതീശനും കേരള മന്ത്രി PC വിഷ്ണുനാഥ്, മുതിർന്ന നേതാവ് കൊടിക്കുന്നിൽ സുരേഷ്, ഡീൻ കുര്യാക്കോസ് MP, അങ്ങനെ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും, മറ്റ് ഉത്തരേന്ത്യയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളൊക്കെ പങ്കെടുത്തുകൊണ്ട് MP മാരൊക്കെ പങ്കെടുക്കുന്ന വലിയൊരു സമരത്തിനാണ് നേതൃത്വം കൊടുക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ സമരത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം പ്രധാനമന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയും ധർമ്മേന്ദ്ര പ്രധാന്റെയും രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം നടത്തുന്നത്. വിദ്യാർത്ഥികളെ അതിക്രൂരമായി പോലീസ് തല്ലിച്ചതച്ചിട്ട് അതിനെ ആ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ് പ്രധാനമന്ത്രി. അതിൽ മറുപടി പറയാൻ തയ്യാറാവുന്നില്ല, വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ള ഗൗരവമായ ചില വിഷയങ്ങൾ കൂടി ഉന്നയിക്കുന്നുണ്ട്. അവിടേക്കാണ് ഒരു കേന്ദ്രമന്ത്രിയെ ചർച്ചയ്ക്കായി, ജിതേന്ദ്ര സിംഗിനെ ചർച്ചയ്ക്കായി വിട്ടത്. ജിതേന്ദ്ര സിംഗ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തിയെങ്കിലും ആ ചർച്ചയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു അനുകൂലമായ തീരുമാനമോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സമരക്കാരുടെ ആവശ്യം അംഗീകരിക്കുന്ന തരത്തിലേക്കുള്ള ഏതെങ്കിലും നീക്കമോ അങ്ങനെ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ചർച്ചയ്ക്ക് വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. എന്തായാലും അതുകൊണ്ട് തന്നെ ആ സമരത്തിൽ ആ ചർച്ചയ്ക്ക് ഏതെങ്കിലും ഒരു തീരുമാനം ഉണ്ടായതായി വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഇപ്പോഴും അവിടെ സമരം തുടരുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂറോളം സമയമാകുന്നു. രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് തന്നെ പ്രധാനമന്ത്രിയുടെ വീട്ടു മുന്നിൽ സമരം ചെയ്യുകയാണ്. പ്രധാന നേതാക്കളെയൊക്കെ, MP മാരെയും മന്ത്രിമാരെ അടക്കമുള്ള നേതാക്കളെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കുന്നു. ചിലരെയൊക്കെ വലിച്ചഴിച്ച് അവിടെ നിന്ന് നീക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനി സ്വാഭാവികമായും ആ സമരത്തിൻ്റെ സ്ഥലത്തേക്കും കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. തലസ്ഥാന നഗരം എന്തായാലും നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷുബ്ധമായി തന്നെ നിൽക്കുകയാണ്. പാർലമെന്റിനകത്ത് ഈ സമരം കോൺഗ്രസ് ഏറ്റെടുക്കുന്നു എന്ന നിലയിൽ കൂടി കാണണമോ നമ്മൾ ഇന്നത്തെ രാഹുൽ ഗാന്ധിയുടെ അവിടുത്തെ പ്രസൻസിനെ? രാഹുൽ ഗാന്ധി എവിടെ? എന്തുകൊണ്ട് ഈ സമരത്തിന് പിന്തുണ നൽകുന്നില്ല? ഇതിൽ ഇന്ത്യ മുന്നണിക്കുള്ളിൽ ഭിന്നത, അങ്ങനെ തുടങ്ങി നിരവധി വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഈ പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ട് എന്ന ഒക്കെയുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ കോക്രോച്ച് പാർട്ടി നേതാക്കൾ ഉയർത്തുന്ന, വിദ്യാർത്ഥികൾ ഉയർത്തുന്ന ആശങ്കയ്ക്കൊപ്പം കോൺഗ്രസ് കൂടി ചേരുന്നു എന്ന് നിസ്സംശയം പറയാൻ പറ്റുന്ന സാഹചര്യമാണോ ഉള്ളത്? രേണുക, പ്രധാനമായും കോൺഗ്രസ് സമരം നടത്തുന്നത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ യുവാക്കൾ നടത്തുന്ന സമരത്തിനൊപ്പം, അല്ലെങ്കിൽ ആ സമരപ്പന്തലിലോ അവിടെ ഐക്യദാർഢ്യവുമായി ചെല്ലുകയല്ല. കോൺഗ്രസ് അവരുടെ അതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവർ മറ്റൊരു സമരം നടത്തുകയാണ്. ഫലത്തിൽ ഈ സമരത്തിന് പിന്തുണ കൊടുക്കുകയാണ്. പക്ഷേ നേരിട്ട് ആ പാർട്ടിയുടെ സമരവുമായി, CJPയുടെ സമരവുമായി അവർ പങ്കുചേരുന്നില്ല. നേരത്തെ അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി നേരിട്ട് അങ്ങനെ ഒരു സമരത്തിൽ പങ്കുചേർന്നാൽ ഭരണപക്ഷത്തെ സംബന്ധിച്ച് വളരെ എളുപ്പമാണ് ഇത് പ്രതിപക്ഷത്തിൻ്റെ സമരമാണ് എന്ന തരത്തിലേക്ക് വരുത്താൻ. പക്ഷേ കോൺഗ്രസിന് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു പാർട്ടികൾ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ സ്വമേധയാ എത്തുന്ന ഒരു സമരമായി CJPയുടെ സമരം മാറിയിട്ടുണ്ട്. അത് രാജ്യത്ത്, അതുകൊണ്ട് തന്നെയാണ് അവരുമായി ചർച്ചയ്ക്ക് തയ്യാറായത് എന്നതുകൂടി കാണണം. രാജ്യത്തെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയല്ല, ഒരു തരത്തിൽ പറഞ്ഞാൽ ആൾക്കൂട്ടം എന്ന് പറയാം എന്ന തരത്തിലേക്കുള്ള ഒരു പാർട്ടി മാത്രമാണ്. അങ്ങനെ ഒരു പാർട്ടിയിലേക്ക് ആളുകൾ ഇത്തരത്തിൽ കൂട്ടത്തോടെ എത്തുക, അതും ചെറുപ്പക്കാരുടെ വലിയ നിരയാണ് എത്തുന്നത്. അത് ഉണ്ടാക്കിയ ഒരു വലിയ പ്രയാസമുണ്ട്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ട് സർക്കാരിന്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ചർച്ചയ്ക്ക് വന്നത്. കോൺഗ്രസും ആ സമരത്തിന് പിന്തുണ നൽകുന്നു എന്നുള്ളതാണ്. നമ്മൾ ആ സമരത്തോട് ചേരുന്നു എന്നോ സമരത്തോട് അങ്ങനെ ചേരാനുള്ള നീക്കത്തെ CJP അംഗീകരിക്കുമെന്ന് അറിയില്ല, അല്ലെങ്കിൽ അങ്ങനെ ചേരാനുള്ള നീക്കമല്ല നടത്തുന്നത്. ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവർ കോൺഗ്രസിന്റെ പ്രതിഷേധവും നടത്തുകയാണ്. തീർച്ചയായും നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഹൈബി ഈഡനെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം, മല്ലികാർജുൻ ഖർഗെ കാണാം, DK ശിവകുമാറിനെ കാണാം. അങ്ങനെ കോൺഗ്രസിന്റെ ഡൽഹിയിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട യോഗങ്ങൾ കൂടി നടക്കാനുണ്ട്. അതിനെത്തിയ നേതാക്കൾ ഉൾപ്പെടെ ഈ പ്രതിഷേധത്തിൽ അണിനിരക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ, കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ, മല്ലികാർജുൻ ഖർഗെ, MP-മാർ, MLA-മാർ, അങ്ങനെ വലിയ നേതാക്കളുടെ ഒരു കൂട്ടം തന്നെയുണ്ട്. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അതിന് നേതൃത്വം നൽകുന്നതാണ് നമ്മൾ കാണുന്നത്. കിരൺ, ഈ സമരം കോൺഗ്രസ്, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പങ്കെടുക്കുന്ന ഈ സമരം തുടങ്ങി മിനിറ്റുകൾക്കകം തന്നെ ജിതേന്ദ്ര സിംഗ് അവിടേക്ക് എത്തുകയാണ്, രാഹുലുമായി ആശയവിനിമയം നടത്തുകയാണ്. ഇന്നലെ വലിയ പ്രക്ഷോഭം ഉണ്ടായതിനു ശേഷം ഇന്ന് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിയുടേതായ ഒരു പ്രതികരണം വരുന്നു എന്നൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. അത് കിരൺ റിജിജു NDA യോഗത്തിൽ പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വിശദീകരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി ഇതിൽ ഇടപെടാതെ തരമില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് കേന്ദ്രം എത്തുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? സഭാ നടപടികൾ നടക്കുന്ന സമയം കൂടിയാണ്. സഭയ്ക്കകത്തും പുറത്തും ഒരേ സമയം പ്രതിഷേധം കടുക്കുന്നത് കേന്ദ്ര സർക്കാരിന് വലിയ വെല്ലുവിളി സൃഷ്ടിക്കും. ഈ ഘട്ടത്തിൽ ഒരു അനുനയത്തിന്റെ പാതയിലേക്ക് കേന്ദ്രം എത്തുന്നു എന്ന് നമുക്ക് കരുതാനാകുമോ? അതാണോ ഇവിടെ എത്തിയ ജിതേന്ദ്ര സിംഗിന്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്നത്?
രേണുക, കേന്ദ്രം ഇതുവരെയും CJPയുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങളെ പ്രതിഷേധങ്ങളെയൊക്കെ അങ്ങനെ അത്ര ഗൗരവമായി എടുത്തു എന്ന സംശയമാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതിനു മുമ്പ് ഇങ്ങനെ സമരം നടന്നത് അണ്ണാ ഹസാരെയുടെ കാലത്താണ്. അണ്ണാ ഹസാരെയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു സമരമായിരുന്നു. അതും അന്നത്തെ കോൺഗ്രസ് സർക്കാർ, UPA സർക്കാർ തുടക്കത്തിൽ അങ്ങനെ ഒരു ഗൗരവമായി എടുത്തിരുന്നില്ല. ആ സമരത്തെയും അടിച്ചമർത്താനും ഒക്കെയുള്ള ശ്രമം നടന്നിരുന്നു. പക്ഷേ വളരെ വേഗത്തിലാണ് അതിലേക്ക് ആയിരക്കണക്കിന് വരുന്ന ചെറുപ്പക്കാർ വരികയും ഡൽഹിയിലെ പ്രധാനപ്പെട്ട അന്ന് രാജ്പഥ് ആയിരുന്നു, അതടക്കം മുഴുവൻ പ്രധാനപ്പെട്ട റോഡുകളിലേക്കും ആളുകൾ നിറയുകയും വലിയ സമര പ്രതിഷേധമായി ഉയരുകയും ഒക്കെ ചെയ്തത്. ഇവിടെയും ഏറെക്കുറെ സമാനമായ രീതിയിലേക്ക് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സമരത്തിൽ യുവാക്കൾ വലിയ തോതിൽ എത്തിച്ചേരുന്നു. ആ സമരത്തിന് ഇന്ന് പാർലമെന്റ് ഇന്നലെ തുടങ്ങി. അതാണ് ഇതിലേറ്റവും BJPയെയും കേന്ദ്ര സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. പാർലമെന്റ് ഇല്ലാത്ത സമയത്ത് അതങ്ങനെ സമരം നടന്നാൽ സ്വാഭാവികമായും അതിൻ്റെ ആ സമരം എന്ന രീതിയിൽ മാത്രമാണ് അത് രാജ്യത്ത് എത്തുക. പക്ഷേ പാർലമെന്റ് തുടങ്ങിയതോടുകൂടി പാർലമെന്റ് ഇരുസഭകളിലും നടക്കുന്ന വിഷയങ്ങൾ രാജ്യമാകമാനം ശ്രദ്ധിക്കുന്ന വിഷയങ്ങളാണ്. വാർത്തകൾ വളരെ വേഗത്തിൽ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും എത്തും. പാർലമെന്റിനുള്ളിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷം അതിശക്തമായ സമരം നടത്തുന്നു. പാർലമെന്റിനുള്ളിൽ ഉന്നയിക്കുക മാത്രമല്ല, ഇപ്പോൾ രണ്ടാം ദിവസമായപ്പോൾ പ്രതിപക്ഷം കൂടി പരസ്യമായ ഒരു സമരത്തിലേക്ക് ഇറങ്ങുന്നു. അതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീടിന് മുന്നിൽ അദ്ദേഹത്തിൻ്റെയും വിദ്യാഭ്യാസ മന്ത്രിയുടെ അടക്കം രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സമരത്തിനും ഈ യുവാക്കളുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു സമരത്തിന് തുടങ്ങുന്നു. സ്വാഭാവികമായും അത്തരം സമരങ്ങൾ ഒരു തരത്ത് യുവാക്കളുടെ വലിയൊരു നിരയിൽ നിൽക്കുന്നു, മറുഭാഗത്ത് രാഷ്ട്രീയമായി അതിനെ പ്രതിപക്ഷം ഉപയോഗിക്കുന്നു. ഇത് രണ്ടും കൂടി വന്നു കഴിഞ്ഞാൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസമാകും. അതുകൊണ്ട് തന്നെ ആവണം സർക്കാർ ആ കാര്യത്തിൽ ചില ചർച്ചകളൊക്കെ അനുനയ നീക്കങ്ങളൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് രേണുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷ നേതാവ് സമരം ആരംഭിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ സമരസ്ഥലത്തേക്ക് ഒരു കേന്ദ്രമന്ത്രിയെ തന്നെ അയക്കുന്നു. പെട്ടെന്ന് തന്നെ ആ സമരം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. അത്തരമൊരു ശ്രമം നടത്തേണ്ടത്, അത് ശ്രമം നടത്തി വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിലും അത്തരമൊരു ശ്രമം നടത്തേണ്ടത് സർക്കാരിനെ സംബന്ധിച്ച് അത് നേട്ടമാണ്. കാരണം പ്രതിപക്ഷ നേതാവ് സമരത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അങ്ങനെ ഒരു മന്ത്രിയെ തന്നെ അയച്ച് ഗൗരവത്തോടു കൂടി തന്നെ ആ സമരത്തെ കണ്ടു എന്നുള്ള ഒരു സന്ദേശം നൽകാൻ BJPക്കും കേന്ദ്ര സർക്കാരിനും കഴിയും. അത്തരമൊരു നീക്കം തന്നെയാവണം സ്വാഭാവികമായും നടത്തിയത്. എന്തായാലും ആ നീക്കത്തിൽ ഒരു വിജയം ഉണ്ടായിട്ടില്ല. കോൺഗ്രസും കൃത്യമായി ആലോചിച്ച് തന്നെയായിരിക്കും അങ്ങനെ ഒരു സമരത്തിൻ്റെ ജനവികാരം ഏറ്റവും കൂടുതൽ ശക്തമായി നിൽക്കുന്ന സമയത്ത് അതിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ബദലായി ഒരു സമര പരിപാടിയിലേക്ക് കോൺഗ്രസും കടക്കുന്നു. ഇന്ന് പ്രത്യേകിച്ച് കേരള മുഖ്യമന്ത്രി VD സതീശനും DK ശിവകുമാർ അടക്കമുള്ള രണ്ട് മുഖ്യമന്ത്രിമാർ ഡൽഹിയിലുണ്ടായിരുന്നു. MP മാരെല്ലാം തന്നെ ഡൽഹിയിലുണ്ട്. കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ സമയത്തിന് ശേഷമാണ്, അദ്ദേഹത്തിൻ്റെ പ്രായം നമ്മൾ ആലോചിക്കണം, അത്രയേറെ പ്രായമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ അടക്കം ഇപ്പോൾ സമരവേദിയിൽ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും അത്തരമൊരു സമരം ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നടക്കുകയാണ്. തീർച്ചയായും ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇന്നലെ വിദ്യാർത്ഥികളെ തല്ലിച്ചതിച്ച നടപടിക്കെതിരെയാണ് ഇപ്പോൾ ശക്തമായ പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉയരുന്നത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പ്രധാനമന്ത്രിയുടേതുൾപ്പെടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോൾ പ്രതിഷേധം നടത്തുന്നത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്നതായിരുന്നു കോക്രോച്ച് ജനതാ പാർട്ടി ഉയർത്തിയത്. എന്തായാലും എത്ര നാൾ സമരം ചെയ്യേണ്ടി വന്നാലും പിന്നോട്ടില്ല എന്നതാണ് അഭിജിത് ദീപ്കെ ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുപോലെ സമരം മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ കോൺഗ്രസ് അതിന് പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. DK ശിവകുമാറും VD സതീശനും രാഹുൽ ഗാന്ധിക്കൊപ്പം നമുക്ക് കാണാം. ഇരുവരും ആ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നു. മല്ലികാർജ്ജുൻ ഖർഗെ ഉൾപ്പെടെയുള്ളവരുണ്ട്, MP മാരുണ്ട്. കുറച്ചധികം പേരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുമുണ്ട് പോലീസ്. എന്തായാലും പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ അരങ്ങേറുന്നത്. ഇതിനിടെ അനുനയ ശ്രമവുമായി ജിതേന്ദ്ര സിംഗ് എത്തിയെങ്കിലും അത് വിഫലമായിരിക്കുകയാണ്. ഇനി എന്താണ് കേന്ദ്ര നീക്കം എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും സമരം അവിടെ തുടരുകയാണ്. നമുക്ക് മറ്റ് ഫോക്കസ് വാർത്തകളിലേക്ക് പോകാം. ഏതെങ്കിലും ഘട്ടത്തിൽ ഈ വാർത്തയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യാം. ദേശാഭിമാനി വാരാന്ത പതിപ്പിലെ ലേഖന വിവാദത്തിൽ നടപടി ഉണ്ടായിരിക്കുകയാണ്. KR അജയനെ വാരാന്ത പതിപ്പിന്റെ ചുമതലയിൽ നിന്ന് നീക്കി.
ദേശാഭിമാനി പാർട്ടിയെ തുടർച്ചയായി പ്രതിസന്ധിയിലാക്കുന്നതിൽ CPM നേതൃത്വത്തിലും അമർഷമുണ്ട് എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിനും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിനും പത്രത്തിന്റെ ചുമതല നൽകിയിട്ടും നിരന്തരം വിവാദങ്ങൾ ഉണ്ടാകുന്നതാണ് ഒരു അനിഷ്ടം സൃഷ്ടിച്ചിരിക്കുന്നത്. നാളെ ആരംഭിക്കുന്ന നേതൃയോഗങ്ങളിൽ ഇക്കാര്യം ഉൾപ്പെടെ ചർച്ചയാകും എന്നതാണ് കരുതുന്നത്. VSന്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് എഴുതിയ ഓർമ്മക്കുറിപ്പ് ഉൾപ്പെടുന്ന വാരാന്ത പതിപ്പ് ഞായറാഴ്ച പ്രസിദ്ധീകരിക്കാതെ വന്നതോടെയാണ് ഈ വിവാദമൊക്കെ തുടങ്ങിയത്. ജൂലൈ 21 ഇന്ന് VSന്റെ 1ാം ചരമവാർഷികമാണ്. ആ അനുസ്മരണത്തോടനുബന്ധിച്ചാണ് കഴിഞ്ഞ ഞായറാഴ്ച വാരാന്ത്യ പതിപ്പിന്റെ പ്രധാന പേജിൽ VS ഓർമ്മക്കുറിപ്പ് ഉൾപ്പെടുത്തിയിരുന്നത്. VSന്റെ മുൻ സെക്രട്ടറിയും ജീവചരിത്രകാരനുമായ KV സുധാകരൻ എഴുതിയ മുഴങ്ങുന്നിപ്പോഴും ആ കടലിരമ്പം എന്ന പേരിലുള്ള ഓർമ്മക്കുറിപ്പായിരുന്നു ഈ പതിപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണം. എന്നാൽ സാങ്കേതിക കാരണങ്ങളാൽ വാരാന്ത പതിപ്പ് പ്രസിദ്ധീകരിക്കുന്നില്ല എന്ന് പത്രാധിപർ അന്ന് പത്രത്തിൽ വിശദീകരിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ പതിപ്പിന്റെ അവസാന പേജിൽ TC രാജേഷ് എഴുതിയ കള്ളൻ വിജയൻ ധന്യ നാടക ഗ്രാമം മുത്തിപ്പാറ PO എന്ന തലക്കെട്ടിലുള്ള ലേഖനത്തെ ചൊല്ലി തർക്കമുണ്ടായതായ റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇതാണ് ഈ പ്രസിദ്ധീകരണം തടസ്സപ്പെടാനുള്ള കാരണം എന്നതായിരുന്നു പുറത്തുവന്ന വാർത്തകൾ. കുലാംപാറയിൽ കള്ളനായിരുന്ന വിജയൻ എന്ന നാടക പ്രവർത്തകനെക്കുറിച്ചുള്ളതായിരുന്നു ഈ ലേഖനം. വാരാന്ത പതിപ്പ് എഡിറ്റർ KR അജയൻ ഈ തലക്കെട്ടിനെ പിന്തുണയ്ക്കുകയും പതിപ്പ് അച്ചടിക്കുകയും ചെയ്തു. എന്നാൽ ആദ്യ പേജിൽ VS അനുസ്മരണവും അവസാന പേജിൽ കള്ളൻ വിജയൻ എന്ന തലക്കെട്ടും വരുന്നത് അനാവശ്യ തെറ്റിദ്ധാരണകൾക്കിടയാക്കുമെന്ന് ദേശാഭിമാനി എഡിറ്റോറിയൽ ബോർഡിലെ ചിലർ ചൂണ്ടിക്കാണിച്ചതായും തുടർന്ന് വിതരണം തടഞ്ഞതായുമുള്ള വിവരങ്ങളാണ് പുറത്തുവന്നത്. എന്നാൽ ഔദ്യോഗിക വിശദീകരണം മറ്റൊന്നായിരുന്നു. VS അച്യുതാനന്ദന്റെ അനുസ്മരണക്കുറിപ്പുള്ള ദേശാഭിമാനിയുടെ വാരാന്ത്യ പതിപ്പ് ഒഴിവാക്കിയെന്ന വിവാദത്തിൽ പ്രതികരണവുമായി വന്ന റെസിഡന്റ് എഡിറ്റർ M സ്വരാജ് VSന്റെ അനുസ്മരണക്കുറിപ്പ് ഒഴിവാക്കിയതല്ലെന്നും വാരാന്ത്യ പതിപ്പ് പ്രസിദ്ധീകരിക്കാത്തത് സാങ്കേതിക കാരണം കൊണ്ടാണെന്നും പറഞ്ഞു. VSനെ വിവാദത്തിലേക്ക് വലിച്ചിഴക്കരുതെന്നും വാരാന്ത്യ പതിപ്പ് പിന്നീട് പ്രസിദ്ധീകരിക്കുമെന്നും സ്വരാജ് വ്യക്തമാക്കി. കള്ളൻ വിജയൻ എന്ന ലേഖനം വാരാന്ത്യ പതിപ്പിൽ ഇല്ലെന്നും പ്രചരിക്കുന്നതെല്ലാം അവാസ്തവമായ കാര്യങ്ങളാണെന്നും സ്വരാജ് അന്ന് വിശദീകരിച്ചു. VSന്റെ അനുസ്മരണ കുറിപ്പ് ഒഴിവാക്കി ദേശാഭിമാനി. അതുകൊണ്ട് ഇന്ന് ഞായറാഴ്ച പതിപ്പ് ഇറക്കിയില്ല, വാരാന്ത പതിപ്പ് ഇറക്കിയില്ല എന്നാണ്. തീർത്തും അടിസ്ഥാനരഹിതമായ കാര്യമാണ്. അടിസ്ഥാനരഹിതമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഇങ്ങനെ ഒരു ചോദ്യം കേട്ടപ്പോൾ ഞങ്ങളൊക്കെ ഞെട്ടിപ്പോവാണ് ചെയ്തത്. ഇപ്പൊ VSന്റെ ചരമദിനം 21-ാം തീയതിയാണ്. അതിനു മുൻപുള്ള ഞായറാഴ്ച എന്ന നിലയ്ക്ക് ഇന്നത്തെ സൺഡേ സപ്ലിമെന്റും 21-ാം തീയതിയിലെ പത്രത്തിലെ VSന്റെ അനുസ്മരണ സംബന്ധിയായിട്ടുള്ള ഐറ്റവും സ്വാഭാവികമായും പത്രപ്രവർത്തകർക്കറിയാം. കാലേ കൂട്ടി തന്നെ എഡിറ്റോറിയൽ വിഭാഗം ഇതൊക്കെ സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതാണ്. ഞങ്ങൾ അങ്ങനെ ആ കാര്യങ്ങളെല്ലാം തീരുമാനമെടുത്ത് കഴിഞ്ഞതാണ്. 21ന്റെ പത്രത്തിൽ അതിന്റെ ഭാഗമായിട്ടുള്ള പ്രത്യേക പേജ് ഉണ്ടാവുകയും ചെയ്യും. ഇന്നത്തെ ഞായറാഴ്ച പതിപ്പിൽ ദേശാഭിമാനിയുടെ കൂടി ഭാഗമായിരുന്ന സഖാവ് KV സുധാകരന്റെ അനുസ്മരണ ലേഖനമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പൊ അതിലൊന്നും യാതൊരു അവ്യക്തതയോ ആശങ്കയോ ഇല്ല. ഇതൊന്നും ഒഴിവാക്കിയ പ്രശ്നം ആരും ചിന്തിച്ചിട്ട് പോലുമില്ല. ഇന്ന് വാരാന്ത പതിപ്പ് അച്ചടിച്ച് ഇന്നത്തെ പത്രത്തോടൊപ്പം വിതരണം ചെയ്തിട്ടില്ല എന്നത് വസ്തുതയാണ്. അത് ഇന്നത്തെ പത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. സാങ്കേതിക കാരണങ്ങളാൽ ഇന്ന് അച്ചടിച്ചിട്ടില്ല എന്ന്. അതിന്റെ അർത്ഥം ഇത് ഒഴിവാക്കിയെന്നല്ല. നാളത്തെ പത്രത്തോടൊപ്പം ഇത് ഉണ്ടാവും. ഇന്ന് അച്ചടിക്കാൻ കഴിയാത്ത സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ടാണ്. മറിച്ചുള്ളതെല്ലാം തീർത്തും തെറ്റായ എന്തോ ഊഹാപോഹങ്ങളോ തെറ്റായ എന്തെങ്കിലും വിവരം കിട്ടിയതോ ആയിരിക്കും. ഇതായിരുന്നു M സ്വരാജിന്റെ വിശദീകരണം. മാധ്യമ വാർത്തകളെല്ലാം തള്ളിക്കൊണ്ട് പറഞ്ഞ ഈ വിശദീകരണത്തിന് വിരുദ്ധമായി വാരാന്ത്യ പതിപ്പ് വിവാദത്തിൽ റെസിഡന്റ് എഡിറ്ററായ M സ്വരാജ് തന്നെ വാരാന്ത്യ പതിപ്പിന്റെ ചുമതലയുള്ള പത്രാധിപരോട് വിശദീകരണം തേടി. പിന്നീട് പുറമേക്ക് പറയുന്ന വാദത്തിന് വിരുദ്ധമായിരുന്നു അത്. ലേഖനത്തെ ചൊല്ലി വാരാന്ത്യ പതിപ്പിന്റെ ചുമതലക്കാരനോട് വിശദീകരണം തേടി ഒരു ദിവസം വൈകി ഇന്നലെ വാരാന്ത്യ പതിപ്പ് പുറത്തിറക്കുകയും ചെയ്തു. ഈ ലേഖനം ഒഴിവാക്കിയായിരുന്നു പിന്നീട് വാരാന്ത്യ പതിപ്പ് പുറത്തുവന്നത്. കള്ളൻ വിജയൻ എന്ന തലക്കെട്ട് പാർട്ടി വിരുദ്ധമല്ലെന്ന മറുപടിയാണ് വാരാന്ത്യ പതിപ്പ് എഡിറ്റർ KR അജയൻ നൽകിയത്. തലക്കെട്ട് മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടും തയ്യാറാകാതെ മാധ്യമങ്ങൾക്ക് വിവരം ചോർത്തിയെന്ന് കാണിച്ചാണ് വാരാന്ത്യ പതിപ്പ് എഡിറ്റർക്ക്
റെസിഡന്റ് എഡിറ്റർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നത്. ഫേസ്ബുക്കിൽ പിന്നീട് ഈ ലേഖകൻ തന്നെ ഈ ലേഖനം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ദേശാഭിമാനി മുഖ്യ കള്ളൻ വിജയനെക്കുറിച്ചുള്ള ലേഖനം മാധ്യമപ്രവർത്തകനാണ് പ്രസിദ്ധീകരിച്ചത്. കള്ളൻ വിജയൻ ധന്യ നാടക ഗ്രാമം മുത്തിപ്പാറ പിഒ എന്ന അതേ തലക്കെട്ടിൽ തന്നെയായിരുന്നു ദേശാഭിമാനിക്ക് വേണ്ടി എഴുതിയ ആ ലേഖനം TC രാജേഷ് ഫേസ്ബുക്കിലിട്ടത്. എന്നാൽ തലക്കെട്ടിലുണ്ടായ അപാകതയിൽ പിഴവ് തന്റേതാണ്, താൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നും ലേഖകൻ മറ്റൊരു ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് KR അജയനെ നീക്കിയത്. ലേഖനത്തിന് പറ്റിയ തലക്കെട്ട് കള്ളൻ വിജയൻ എന്ന് തന്നെയായിരുന്നു എന്നാണ് വാരാന്ത്യപ്പതിപ്പ് എഡിറ്റർ KR അജയന്റെ നിലപാട്. റെസിഡന്റ് എഡിറ്റർ നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിനും സമാന മറുപടിയാണ് അജയൻ നൽകിയത്. ഇതിന് പിന്നാലെയാണ് KR അജയനെതിരെ നടപടി വന്നത്. KR അജയനെ വാരാന്ത്യപ്പതിപ്പിന്റെ ചുമതലയിൽ നിന്ന് നീക്കി. ലേഖനം പ്രസിദ്ധീകരിക്കണമെന്നും തലക്കെട്ട് ഉചിതമാണെന്നും ഉള്ളടക്കം പാർട്ടി വിരുദ്ധമല്ല എന്നും വാരാന്ത്യപ്പതിപ്പ് എഡിറ്റർ KR അജയൻ വിശദീകരണ നിലപാടിൽ ഉറച്ചുനിന്നിരുന്നു. വിവരം പുറത്തുപോയതുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റ് വിലയിരുത്തലിന് ശേഷം വിശദീകരണം തള്ളി ചുമതലയിൽ നിന്ന് നീക്കാൻ എഡിറ്റോറിയൽ ബോർഡ് തീരുമാനിക്കുകയായിരുന്നു. എന്തായാലും പുറത്തെല്ലാം നിഷേധിക്കുമ്പോഴും സൺഡേ സപ്ലിമെന്റ് പിൻവലിച്ച പ്രശ്നം പാർട്ടിക്കകത്ത് നീറുകയാണ്. കേന്ദ്ര കമ്മിറ്റി അംഗമായ പുത്തലത്ത് ദിനേശൻ ചീഫ് എഡിറ്ററും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് റെസിഡന്റ് എഡിറ്ററുമായിരിക്കെ ദേശാഭിമാനിയിൽ നയപരമായ നോട്ടക്കുറവുണ്ടെന്ന വിമർശനവും ശക്തമാണ്. ഒരു സാധാരണ തലക്കെട്ട് വളച്ചൊടിച്ച് വിവാദമാക്കിയെന്ന് മാത്രമല്ല, പാർട്ടിക്കും പത്രത്തിനും കേടില്ലാത്ത വിധത്തിൽ അതിനെ കൈകാര്യം ചെയ്യാൻ കഴിയാത്തതിലാണ് വലിയ അതൃപ്തി പാർട്ടിക്കുള്ളിൽ ഉയരുന്നത്. മാത്രവുമല്ല, ദേശാഭിമാനി പാർട്ടിയെ തുടർച്ചയായി പ്രതിസന്ധിയിലാക്കുന്നതിൽ നേതൃത്വത്തിന് വലിയ അമർഷമുണ്ട്. വിഴിഞ്ഞം വിഷയത്തിൽ ഉൾപ്പെടെ അത് പരസ്യമായതാണ്. പ്രതിപക്ഷ നേതാവിനും പാർട്ടി സെക്രട്ടറിക്കും വരെ പരസ്യമായി പാർട്ടി പത്രത്തെ തള്ളിപ്പറയേണ്ടി വന്നു. ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിനും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിനും പത്രത്തിന്റെ ചുമതല നൽകിയിട്ടും എന്തുകൊണ്ട് നിരന്തരം വിവാദങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് ചോദ്യം. നാളെ ആരംഭിക്കുന്ന നേതൃയോഗങ്ങളിൽ ഈ വിഷയം ഉൾപ്പെടെ ചർച്ചയാകും. CPM യോഗത്തിൽ M സ്വരാജ് വിവാദത്തെക്കുറിച്ചുള്ള വിശദീകരണം നൽകും എന്നുമാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പാർട്ടി ഈ വിഷയം ഇനിയും കൂടുതൽ ചർച്ച ചെയ്യും എന്നതാണ് അറിയുന്നത്. എന്തായാലും വാരാന്ത്യപ്പതിപ്പ് എഡിറ്ററെ മാറ്റിയിരിക്കുന്നു, അതിൽ നടപടിയുണ്ടായിരിക്കുന്നു. റെസിഡന്റ് എഡിറ്റർ തന്നെ പറഞ്ഞ നിലപാടിന് വിരുദ്ധമായാണ് ആ നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പാലായിൽ നഗരസഭാ അധ്യക്ഷ ദിയ ബിനുവിനെതിരെ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായതോടെ UDFന് ഭരണം നഷ്ടമായി. എതിരില്ലാത്ത 17 വോട്ടിനാണ് പ്രമേയം പാസായത്. കോൺഗ്രസ് വിമതയായി ജയിച്ച സ്വതന്ത്ര അംഗം മായ രാഹുലും അവിശ്വാസത്തെ പിന്തുണച്ചു. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയായിരുന്നു ദിയ ബിനു പുളിക്കക്കണ്ടം. വലിയ ആഘോഷം അല്ലെങ്കിൽ ദേശീയ തലത്തിലൊക്കെ വലിയ വാർത്തയായിരുന്നു ആ തെരഞ്ഞെടുപ്പ്. ആ ഭരണമാണ് ഇതിപ്പോൾ 6 മാസം പിന്നിടുമ്പോൾ അവസാനിച്ചിരിക്കുന്നത്. അതും അവിശ്വാസത്തിലൂടെയാണ് ഭരണം അവസാനിപ്പിച്ചിരിക്കുന്നത്. പാലാ നഗരസഭയിൽ ആകെയുള്ള സീറ്റ് 26. UDFന് 14 സീറ്റാണ് ഉണ്ടായിരുന്നത്. അതിൽ കോൺഗ്രസിന് 6, കേരള കോൺഗ്രസിന് 3, സ്വതന്ത്ര മുന്നണി 3, KDP 1, സ്വതന്ത്രൻ 1. LDFന് 12 അംഗങ്ങൾ, കേരള കോൺഗ്രസ് Mന് 10, CPMന് 2. ഇങ്ങനെയായിരുന്നു അവിടുത്തെ സീറ്റ് നില. ഇന്ന് രാവിലെ വരെ ഇതായിരുന്നു സാഹചര്യം. ചർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് UDF അറിയിച്ചിരുന്നു. എങ്കിലും വിപ്പ് ലംഘിച്ചുകൊണ്ട് 4 കോൺഗ്രസ് കൌൺസിലർമാരാണ് യോഗത്തിനെത്തിയത്. ലിസിക്കുട്ടി മാത്യു, ബിജു മാത്യൂസ്, ടോണി തൈപ്പറമ്പിൽ, രജിത പ്രകാശ് എന്നിവരാണ് വിപ്പ് ലംഘിച്ചെത്തിയത്. കോൺഗ്രസ് വിമതയായി ജയിച്ച ഉപാധ്യക്ഷ മായ രാഹുലും കൌൺസിലിന് എത്തി. ഇതോടെ അവിശ്വാസ പ്രമേയം പാസ്സാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. 26 അംഗ കൌൺസിലിൽ 14 പേരുടെ പിന്തുണയാണ് അവിശ്വാസം പാസ്സാകാൻ വേണ്ടിയിരുന്നത്. 12 പേരാണ് LDFിലുണ്ടായിരുന്നത്. റിയ ചീരാംകുഴി, സെബാസ്റ്റ്യൻ പനക്കൽ എന്നീ കോൺഗ്രസ് കൌൺസിലർമാർ വന്നിരുന്നില്ല. കേരള കോൺഗ്രസിന്റെ 3 അംഗങ്ങളായ സോണിയ ചിറ്റേട്ട്, ബിജു വരിക്കാനി, സിജി ടോണി എന്നിവരും മാണിസി കാപ്പന്റെ പാർട്ടിയായ KDPയിലെ പ്രിൻസി സണ്ണിയും യോഗത്തിൽ ഹാജരായില്ല. പ്രതിപക്ഷ നേതാവ് ബിനു പാലുപടവൻ അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയത്തെ 17 പേരും അനുകൂലിച്ച് വോട്ട് ചെയ്തു.
അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കരുതെന്ന് DCC പ്രസിഡന്റ് കോൺഗ്രസ് കൌൺസിലർമാർക്ക് വിപ്പ് നൽകിയിരുന്നു. ഇത് ലംഘിച്ചുകൊണ്ടാണ് 4 പേരും എത്തിയത്. എന്നാൽ പിന്നീട് വിപ്പ് കിട്ടിയിട്ടില്ല എന്നതാണ് കോൺഗ്രസ് കൌൺസിലർമാർ മാധ്യമങ്ങളോട് പറഞ്ഞത്. ദയവായി ഞങ്ങൾ വിപ്പുകൾ കയറ്റിട്ടില്ല, പിന്നെ ഞങ്ങൾ ഒപ്പിട്ടിട്ടില്ല. സെക്രട്ടറിക്ക് കൊടുത്ത കത്തിനകത്ത് ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്ത ഒരു കത്തും കൊടുത്തിട്ടില്ല. പിന്നെ ഞങ്ങളുടെ വികാരം ഇത് കോൺഗ്രസിന്റെ വികാരമാണ്, പാലാ നഗരസഭയുടെ വികാരമാണ്. പാലായിലെ ഓരോ UDF പ്രവർത്തകർ ചോരയും നീരുമാക്കി സ്വതന്ത്ര മുന്നണിക്ക് പിന്തുണ കൊടുത്തപ്പോൾ അവിടെ പോലും സ്ഥാനാർത്ഥി നിർത്താതെ ഞങ്ങൾ നിർത്തിയപ്പം അവർ ആദ്യമേ എന്താ കാണിച്ചത്? LDF അവിശ്വത്ത് വിട്ട് കൂട്ടുകെട്ടുണ്ടാക്കാനാണ് ശ്രമിച്ചത്. അവർ എല്ലാ രീതിയിലും അവിശ്വത്ത് കൂട്ടിട്ട് ഇങ്ങനെയുള്ള ഒരു പ്രവർത്തകരാണ് UDF പ്രവർത്തകർ. UDFന്റെ ചെയർമാൻ ഒരു കാര്യം പറയാം. അല്ല ഒരാൾ പറയുവാണെങ്കിൽ മറുപടി പറയാം. അല്ല, കേരള കോൺഗ്രസ് എമ്മുമായിട്ട് ഇതൊന്നും അത് ചിന്തയില്ലല്ലോ. ഇപ്പൊ അവിശ്വാസമാണ് പാസ്സാക്കിയത്. അവിശ്വാസം പാസ്സാക്കിയത് UDF പാലാ നിയന്ത്രണത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തകരാണ്. അവിശ്വാസം മണ്ഡലം കമ്മിറ്റിയാണ് പ്രമേയം പാസ്സാക്കിയത്. അപ്പം കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിയിലെ പൊതുവികാരം ഐക്യകണ്ഠമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിച്ച പൊതുവികാരം. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷ എന്ന ഖ്യാതിയോടെയാണ് ദിയ ബിനു പുളിക്കക്കണ്ടം അധികാരത്തിലെത്തിയതെങ്കിലും പ്രശ്നങ്ങൾ ആദ്യം മുതൽ തന്നെ തുടങ്ങിയിരുന്നു. ദിയ ബിനുവിനെ പിന്തുണയ്ക്കുന്നതിൽ ഭൂരിഭാഗം കോൺഗ്രസ് കൌൺസിലർമാരും വിയോജിച്ചിരുന്നു. കോൺഗ്രസിലെ സെബാസ്റ്റ്യൻ പനക്കൽ മാത്രമാണ് ആദ്യം മുതൽ നേതൃത്വത്തിന്റെ നിലപാടിനൊപ്പം നിന്നത്. KPCC ജനറൽ സെക്രട്ടറിമാരായ ടോമി കലാനി, ഫിലിപ്പ് ജോസഫ്, DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് MLA, വൈസ് പ്രസിഡന്റ് ബിജു പുന്നത്താനം എന്നിവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് കൌൺസിലർമാരുമായി നടത്തിയ ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് വിപ്പ് ലംഘിച്ചുൾപ്പെടെ കോൺഗ്രസ് കൌൺസിലർമാർ ഇന്ന് അവിശ്വാസത്തിനെ അനുകൂലിച്ച് രംഗത്തെത്തിയത്. ജനാധിപത്യ വിധിയെ അംഗീകരിക്കുന്നുവെന്നായിരുന്നു ദിയ പുളിക്കക്കണ്ടത്തിന്റെ ആദ്യ പ്രതികരണം. വിപ്പ് ലംഘിച്ചാണ് ചില കൌൺസിലർമാർ പോയത്. UDF നേതൃത്വമാണ് ചെയർപേഴ്സൺ സ്ഥാനം നൽകിയത്. 6 മാസം അഴിമതിയോ സ്വജനപക്ഷപാതമോ നടത്തിയിട്ടില്ല. അഭിമാനത്തോടെയാണ് പടിയിറങ്ങുന്നതെന്ന് ദിയ പറയുന്നു. കൌൺസിലറായി തുടരും, പഠനവുമായി മുന്നോട്ടു പോകുമെന്നും ദിയ ബിനു പുളിക്കക്കണ്ടം പറഞ്ഞു. അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ദിയ. ഒപ്പം കോൺഗ്രസിന്റെ വിപ്പ് അനുസരിച്ച് വിട്ടു നിന്ന കോൺഗ്രസ് കൌൺസിലർമാർ ഉൾപ്പെടെ ദിയയ്ക്കൊപ്പം ആ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. ഒരു തരത്തിലുള്ള അഴിമതിയും സ്വജനപക്ഷപാതവും നടത്തിയിട്ടില്ലെന്ന മനസമാധാനത്തോടെയാണ് പടിയിറങ്ങുന്നതെന്ന് ദിയ ബിനു പുളിക്കക്കണ്ടം മാധ്യമങ്ങളോട് പറഞ്ഞു. അധ്യക്ഷ എന്ന നിലയിൽ തുടങ്ങിവെച്ച പല പദ്ധതികളും പൂർത്തിയാക്കാനായില്ല എന്ന നിരാശയുണ്ട്. 5 വർഷത്തേക്ക് കൌൺസിലറാണല്ലോ, അതുകൊണ്ട് ജനങ്ങളോടുള്ള പ്രതിബദ്ധത അത് നിറവേറ്റും എന്നതാണ് ദിയ പറഞ്ഞത്. തീർച്ചയായിട്ടും അംഗീകരിക്കും. ഇതൊരു ജനാധിപത്യമായിട്ടുള്ളൊരു വിധിയാണ്. തീർച്ചയായിട്ടും അംഗീകരിക്കുന്നു. പ്രതീക്ഷിച്ചിരുന്ന ഞങ്ങൾ UDFനെയാണ് സപ്പോർട്ട് ചെയ്തത്. UDF പറഞ്ഞതാണ് ഇതുവരെ കേട്ടിട്ടുള്ളൂ, ഇനി അങ്ങനെ കേൾക്കുന്നുള്ളൂ. അപ്പം UDF നേതൃത്വം ഉള്ള അനുസരിച്ചാണ് ഞങ്ങൾ ഇതുവരെ പോയത്. അപ്പം അവരുടെ തീരുമാനം വരുമെന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷെ അങ്ങനെയല്ല വന്നത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ കൂടെയുള്ള കൗൺസിലേഴ്സ് ഇവരെല്ലാം UDF പറഞ്ഞ് കേട്ടല്ലേ, ഞങ്ങൾ പറഞ്ഞ് കേട്ടല്ലേ, നേതൃത്വം പറഞ്ഞ് അംഗീകരിച്ച് വന്നവരാണ് ഇവരെല്ലാവരും. എനിക്കറിയില്ല, നേതൃത്വം പറഞ്ഞ് അനുസരിക്കാതെ എന്ന് പറഞ്ഞാൽ അത് ലംഘിച്ച് വിപ്പ് ലംഘിച്ചാണ് കുറച്ച് കൗൺസിലേഴ്സ് പോയത്. അവരോട് തന്നെ ചോദിക്കണമായിരിക്കും. ഇല്ല, ഞാൻ പറയില്ല, നേതൃത്വം എപ്പോഴും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ UDFന്റെ ബാക്കിംഗ് എപ്പോഴും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്താ പറയുക, കൗൺസിലറായിട്ട് വന്ന ചെയർപേഴ്സൺ ഒരു വലിയ ഭാഗ്യം ലഭിച്ച ഒരാളാണ്. എനിക്ക് അവസരം ഉണ്ടാക്കി തന്നതും UDF ആണ്, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വമാണ്. അപ്പോൾ ആ ഒരു എന്താ പറയുക കടപ്പാട് എനിക്ക് എപ്പോഴും അവരോട് കാണും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ ചെയർപേഴ്സൺ എന്നതിൽ ഈ 6 മാസം ഒരു രീതിയിലുള്ള അഴിമതിയോ സ്വജനപക്ഷപാതമോ അല്ലെങ്കിൽ കൈക്കൂലിയോ പിൻവാതിൽ നിയമനമോ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ലോ തെറ്റിച്ചു അങ്ങനത്തെ ഒരു ആരോപണം പോലും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അതിന് ഞാൻ വളരെ പ്രൗഡായിട്ട് അഭിമാനത്തോടെ തന്നെ പറയാം. ഞാനിപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നത് ആ ഒരു ആത്മവിശ്വാസത്തോടെയാണ്. ജനങ്ങൾക്ക് വേണ്ടി എല്ലാം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനോട് കൂറു പുലർത്താൻ സാധിച്ചിട്ടെന്നുള്ള ഉറപ്പോടെയാണ് ഞാൻ പോകുന്നത്. ബാക്കിയുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ഞാനിപ്പോൾ മറുപടി നൽകുന്നില്ല. UDF ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടം കഴിഞ്ഞ 8 മാസക്കാലമായി ചെയർപേഴ്സണായിട്ടിരുന്നത് സ്വതന്ത്ര കൂട്ടായ്മയുടെ ചെയർപേഴ്സണായിട്ടല്ല, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ UDFന്റെ ചെയർപേഴ്സണായിട്ടാണ് ഇരുന്നത്. അപ്പോൾ UDF നേതൃത്വം ആണ് ഞങ്ങളോട് ആവശ്യപ്പെട്ടത്, ഞങ്ങളോട് ഈ ഇന്ന് അവിശ്വാസത്തെ ഫേസ് ചെയ്യാൻ പറഞ്ഞത്. UDF നേതൃത്വം വിപ്പ് കൊടുത്തു. അപ്പോൾ ഇത് ഇടതുപക്ഷ ജനാധിപത്യത്തിന് കൊണ്ടുവന്ന അവിശ്വാസത്തെ UDF നേരിട്ടു. കോൺഗ്രസിന്റെ വിമതരാണ് ഇതിന് അവിശ്വാസത്തെ അനുകൂലിച്ചു കൊടുത്തത്.
അല്ല അതിൻ്റെ അകത്ത് ഒന്ന് പറഞ്ഞോട്ടെ ആ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ടല്ലോ. കാരണം കോൺഗ്രസിന്റെ വിപ്പ് കൊടുത്ത് അംഗീകരിക്കുന്നവരാണോ അംഗീകരിക്കാത്തവരാണോ വിമതർ? ആ ചോദ്യത്തിൽ തന്നെ ഉത്തരവല്ലേ. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വിപ്പ് കൊടുക്കുന്നത് ആരാണ്? അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നയങ്ങൾ പ്രഖ്യാപിക്കേണ്ടത് ആരാണ്? അതിന്റെ നേതൃത്വമാണ്. ആ നേതൃത്വം വിപ്പ് കൊടുത്തു. അപ്പോൾ ആ വിപ്പ് കൊടുക്കുമ്പോൾ മറ്റ് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ തർക്കങ്ങളോ നിങ്ങൾ മുമ്പ് സൂചിപ്പിച്ച വിഷയങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഒരു പാർട്ടി അത് വിപ്പ് കൊടുക്കുമ്പോൾ ചിഹ്നം കൊടുത്ത ആളാണ് വിപ്പ് കൊടുക്കുന്നത്. ചിഹ്നം കൊടുത്തുകൊണ്ടല്ലേ കോൺഗ്രസിന്റെ കൗൺസിലർമാരും അല്ലെങ്കിൽ ജോസഫ് ഗ്രൂപ്പ് എല്ലാ കൗൺസിലർമാരും ആകുന്നത്. അപ്പോൾ ജോസഫ് ഗ്രൂപ്പിന്റെയൊക്കെ ഏറ്റവും ഉന്നതനായ നേതാവ് PJ ജോസഫ് സാറാണ് വിപ്പ് കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിന് അതിന് അധികാരപ്പെട്ട ആള് നാട്ടക സുരേഷാണ്, DCC പ്രസിഡന്റാണ്. അദ്ദേഹം ഇന്നലെ നിങ്ങളോട് മാധ്യമങ്ങളോട് തന്നെ പറഞ്ഞല്ലോ വിപ്പ് കൊടുത്തെന്ന്. അപ്പോൾ താഴേക്കടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, എല്ലായിടത്തും ഉണ്ടാകാം. പക്ഷെ കോൺഗ്രസിന്റെ ഔദ്യോഗിക നേതൃത്വം ഒഫീഷ്യലായിട്ട് അവരുടെ KPCC പ്രസിഡന്റെയും ഞങ്ങൾക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ പറയുന്നു, ആരാധനായ മുഖ്യമന്ത്രിയുടെയോ ആഭ്യന്തരമന്ത്രിയുടെയും ഒക്കെ ഉൾപ്പെടെയുള്ള നിർദ്ദേശം അനുസരിച്ചാണ് വിപ്പ് നൽകിയതും. അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് വിമതര്. അപ്പോൾ വിമതരാണ് എതിർത്ത് വോട്ട് ചെയ്തതെന്നാണ് ബിനു പുളിക്കക്കണ്ടം പറയുന്നത്. നേതൃത്വത്തിൽ വിശ്വാസം അർപ്പിക്കുന്നുണ്ട് അവർ. എന്തായാലും DCC പ്രസിഡന്റ് ഇതുമായി ബന്ധപ്പെട്ട് വിപ്പ് ലംഘിച്ചവർക്കെതിരെ നടപടി ഉണ്ടാകും എന്നത് ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. അവർക്കെതിരെ എന്ത് നടപടി ഉണ്ടാകുന്നു എന്നത് കാത്തിരിക്കുകയാണ്. അതേസമയം ഇവിടെ അവിശ്വാസ പ്രമേയം പാസ്സാകുമ്പോൾ വിജയിച്ചിരിക്കുന്നത് ജോസ് കെ മാണിയാണോ? കേവലം രാഷ്ട്രീയ ഭിന്നതകൾക്കപ്പുറം മുന്നണി മര്യാദകളും സംസ്ഥാന നേതൃത്വത്തിന്റെ വിപ്പും പൂർണ്ണമായും കാറ്റിൽ പറത്തിയാണ് കോൺഗ്രസ് അംഗങ്ങൾ ഈ ഭരണ അട്ടിമറിക്ക് പിന്തുണ നൽകിയതെന്നത് UDF-ൽ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിന് തിരികൊളുത്തിയിരിക്കുകയാണ്. സ്വതന്ത്ര കൂട്ടായ്മയുടെ പേരിൽ ഭരണം പിടിച്ചെടുത്ത ബിനു പുളിക്കക്കണ്ടവും കുടുംബവും നഗരസഭയ്ക്കുള്ളിൽ നടപ്പാക്കിയ ഏകപക്ഷീയമായ തീരുമാനങ്ങളാണ് LDF-നെ ഇത്തരമൊരു അവിശ്വാസ പ്രമേയത്തിന് വഴിയൊരുക്കിയത് എന്നതാണ് പറയുന്നത്. മുന്നണി തത്വങ്ങൾ പാലിക്കാതെയും വികസന കാര്യങ്ങളിൽ മറ്റ് കൗൺസിലർമാരെ അവഗണിച്ചും മുന്നോട്ടു പോയ ശൈലിയോട് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് തുടക്കം മുതലേ കടുത്ത എതിർപ്പുണ്ടായിരുന്നു. നഗരസഭയുടെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുകയും കൗൺസിലർമാരോട് മോശമായി പെരുമാറുകയും ചെയ്യുന്ന ഭരണസമിതിയെ താഴെയിറക്കാൻ പ്രതിപക്ഷത്തിന് കോൺഗ്രസ് അംഗങ്ങൾ പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുന്ന കാഴ്ചയ്ക്കാണ് പാല സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. UDF-നും പുളിക്കക്കണ്ടം കുടുംബത്തിനും ഇടയിലുണ്ടായ ഈ വിള്ളലിനെ കൃത്യമായി മുതലെടുക്കാൻ പ്രതിപക്ഷമായ LDF-ന് കഴിഞ്ഞു. പാലാ നഗരസഭയിൽ LDF അവിശ്വാസ പ്രമേയത്തിലൂടെ ഭരണം പിടിച്ചെടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ ആശ്വസിക്കുന്നതും സന്തോഷിക്കുന്നതും കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി ആയിരിക്കും. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിനുശേഷവും മാണി ഗ്രൂപ്പിന്റെയും ജോസ് കെ മാണിയുടെയും പരമ്പരാഗത കോട്ടയായ പാലയിൽ അവരെ വെല്ലുവിളിച്ചുകൊണ്ട് സ്വതന്ത്ര കൂട്ടായ്മയുണ്ടാക്കിയാണ് പുളിക്കക്കണ്ടം കുടുംബം UDF പിന്തുണയോടെ ഭരണം പിടിച്ചത്. അന്ന് സ്വന്തം തട്ടകത്തിലേറ്റ കനത്ത പ്രഹരത്തിന് പ്രതികാരം ചെയ്യാൻ കാത്തിരുന്ന ജോസ് കെ മാണിക്ക് അതേ പുളിക്കക്കണ്ടം കുടുംബത്തെ അവിശ്വാസത്തിലൂടെ പുറത്താക്കാൻ കഴിഞ്ഞത് രാഷ്ട്രീയമായി വലിയൊരു മേൽക്കൈ നൽകുന്നതാണ്. എന്തായാലും അവിശ്വാസ പ്രമേയം പാസ്സായതോടെ പുതിയ അധ്യക്ഷയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നടപടികളിലേക്ക് ഇനി നഗരസഭ കടക്കും. എന്നാൽ വിപ്പ് ലംഘിച്ച കോൺഗ്രസ് അംഗങ്ങൾക്കെതിരെ നടപടിയുണ്ടായാൽ നഗരസഭയിൽ വീണ്ടും അംഗബലത്തിന്റെ കാര്യത്തിൽ വലിയ അനിശ്ചിതത്വം നിലനിൽക്കും. പുതുതായി കേവല ഭൂരിപക്ഷം തെളിയിച്ച് സുസ്ഥിരമായ ഒരു ഭരണം കാഴ്ചവെക്കുക എന്നത് LDF-നും UDF-നും ഒരുപോലെ വെല്ലുവിളിയായി മാറുന്ന സാഹചര്യമുണ്ടാകും. ഭരണത്തിനായുള്ള രാഷ്ട്രീയക്കാരുടെ ഈ അംഗം നഗരസഭയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ഇവരെയൊക്കെ ജയിപ്പിച്ചയച്ച ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ തിരിച്ചടിയാകുന്നത്. എന്താകും പാലയുടെ ഭാവി എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടുന്ന അവസ്ഥയാണ്. നമുക്ക് ചെറിയൊരു ഇടവേള. കേരളത്തിന്റെ മനസാക്ഷിയെ പിടിച്ചുലച്ച സംഭവമായിരുന്നു അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണം. ഇതിന്റെ അന്വേഷണത്തിലും പാകപ്പിഴയുണ്ടെന്ന ആരോപണം കുടുംബം ഉയർത്തിയിരുന്നു. അന്വേഷണത്തിന് SP മോഹനചന്ദ്രന്റെ നേതൃത്വത്തിൽ പുതിയ സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണിപ്പോൾ. മുൻ അന്വേഷണ സംഘത്തിനെതിരെ ഒത്തുകളി ഉൾപ്പെടെയുള്ള ഗുരുതര ആരോപണങ്ങളുമായി നിതിന്റെ കുടുംബം രംഗത്തെത്തിയതിന് പിന്നാലെയാണ് ആഭ്യന്തരമന്ത്രി പുതിയ സംഘത്തെ നിയോഗിച്ചത്. പ്രതി റാമിനെ കോടതി വിട്ടയച്ചത് ക്രൈംബ്രാഞ്ചിന്റെ ഗുരുതര വീഴ്ച കാരണമെന്നാണ് ആരോപണം. റാമിന്റെ അറസ്റ്റിൽ അന്വേഷണ സംഘത്തിന് വീഴ്ച പറ്റി. ഇപ്പോൾ ആർക്കൊക്കെ വേണ്ടിയാണ് ഈ നാടകം? അന്വേഷണ സംഘം പ്രവർത്തിക്കുന്നത് ശരിക്കും ആർക്ക് വേണ്ടിയാണ്? വലിയ ഒരു ദുരന്തം നേരിട്ട കുടുംബമാണ്. ആ കുടുംബത്തിന് വീണ്ടും അന്വേഷണ കാര്യങ്ങളിൽ ഇങ്ങനെ പരാതി പറഞ്ഞു നടക്കേണ്ടി വരുന്ന ഗതി ഉണ്ടാക്കുന്നത് ആരാണ്? നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത് 100 ദിവസം പിന്നിടുമ്പോഴാണ് കേസിലെ ഒന്നാം പ്രതി അധ്യാപകനായ ഡോക്ടർ MK റാം പിടിയിലാകുന്നത്. 100 ദിവസമാണ് ഈ അധ്യാപകൻ ഒളിവ് ജീവിതം നയിച്ചത്. അത് വെറുതെയല്ല, വളരെ ബുദ്ധിപരമായ നീക്കമാണ്. മരണവിവരം പുറത്തു വന്നയുടൻ
കണ്ണൂരിൽ നിന്ന് തീവണ്ടിയിൽ വാരണാസിയിലേക്കാണ് പുറപ്പെട്ടത്. അവിടെ നിന്ന് തിരിച്ചെത്തി സ്വദേശമായ ആന്ധ്രയിലെ 8ഓളം ഗ്രാമങ്ങളിൽ ആയിരുന്നു താമസം. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നതുവരെ ഒളിവിൽ കഴിഞ്ഞു. ബന്ധുവും സുഹൃത്തുക്കളും ഉൾപ്പെടെ 3 പേർ സഹായത്തിനുണ്ടായിരുന്നു. പകൽ ഗ്രാമങ്ങളിലെ ക്ഷേത്രങ്ങളിൽ ചിലവഴിക്കും, രാത്രിയോടെ ഏതെങ്കിലും വീടുകളിലോ വാടക മുറികളിലോ താമസിക്കും. ഇതിന് പലരും സഹായം ചെയ്തു എന്നാണ് പോലീസ് കരുതുന്നത്. സുപ്രീം കോടതിയും ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് അന്വേഷണം ശക്തമാക്കിയ അന്വേഷണ സംഘം ആന്ധ്രയിലെ റാമിന്റെ നാട്ടിൽ ക്യാമ്പ് ചെയ്തത്. അവിടെ നിന്ന് കർണാടകയിലേക്ക് അപ്പോൾ കടന്നു. കുടകിന് സമീപത്തെ ഗുണ്ടൂർ ഗ്രാമത്തിലാണ് പിന്നീട് ഒളിവിൽ താമസിച്ചത്. സുപ്രീം കോടതിയും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയോടെ കീഴടങ്ങുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്ന് ഈ അധ്യാപകന് നിയമോപദേശം ലഭിച്ചു. ഇതേ തുടർന്നാണ് ഞായറാഴ്ച രാത്രി തന്നെ കീഴടങ്ങാനുള്ള തയ്യാറെടുപ്പോടെ സഹോദരിക്കും അഭിഭാഷകനുമൊപ്പം കണ്ണൂരിലേക്ക് പുറപ്പെട്ടത്. ഇതിനിടയിലാണ് പോലീസിന്റെ പിടിയിലായത്. ഒളിവുകാലത്ത് ഒരു തവണ പോലും സ്വന്തം മൊബൈൽ ഫോൺ റാം ഉപയോഗിച്ചില്ല. കൂടെയുണ്ടായിരുന്ന ബന്ധുവിന്റെയും സുഹൃത്തിന്റെയും ഫോണാണ് ഉപയോഗിച്ചത്. മുൻകൂർ ജാമ്യാപേക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നീക്കിയതും വീട്ടുകാരുമായി ബന്ധപ്പെട്ടതും ആ ഫോൺ ഉപയോഗിച്ചായിരുന്നു. ഒളിവിൽ കഴിയുമ്പോൾ ചെലവിനായി പണവും കയ്യിൽ കരുതിയിരുന്നു. ATM-ൽ നിന്നോ ബാങ്കിൽ നിന്നോ ഒന്നും പണം പിൻവലിക്കാതിരിക്കാനുള്ള ബുദ്ധിയും റാം കാണിച്ചു. അങ്ങനെയൊക്കെ ബുദ്ധിപരമായി നീങ്ങി സുപ്രീം കോടതിയിൽ വരെ ജാമ്യത്തിന് പോയി. അതിനെല്ലാം ശേഷമാണ് ഡോക്ടർ റാം പിടിയിലാകുന്നത്, അതും കീഴടങ്ങാൻ എത്തുമ്പോൾ. അതിനുശേഷമാണ് പിന്നീട് നാടകീയ സംഭവങ്ങൾ ഉണ്ടായത്. ഹിമാചൽ മുതൽ കന്യാകുമാരി വരെ ഇങ്ങനെ പോലീസിനെ കബളിപ്പിച്ചൊളിച്ച് നടന്ന പ്രതിയുടെ അറസ്റ്റിലാണ് ക്രൈംബ്രാഞ്ചിന് ഇപ്പോൾ ഗുരുതര വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. ഡോക്ടർ റാമിനെ ഇന്നലെ അറസ്റ്റ് ചെയ്തെങ്കിലും പിന്നീട് കോടതി വിട്ടയച്ചു. റാമിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിൽ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും ചെയ്യാതിരുന്നത് ക്രൈംബ്രാഞ്ച് ചെയ്യാതിരുന്നതാണ് അങ്ങനെ വിട്ടയക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചത്. അത് ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ചയെന്ന ആരോപണമാണ് ഉയർന്നത്. കോടതി വളപ്പിലുണ്ടായ നാടകീയ രംഗങ്ങളും അന്വേഷണ സംഘത്തെ പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു. വിവാദമായ കേസിലെ പ്രതിയെ 3 മാസത്തിന് ശേഷം പിടികൂടുമ്പോഴാണ് ഇത്തരം നാടകീയ സംഭവങ്ങളൊക്കെ അരങ്ങേറിയതെന്ന് ഓർക്കണം. പക്ഷേ നടപടിക്രമം പാലിക്കാതെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനാൽ കോടതി വിട്ടയച്ചു. പിന്നീട് അറസ്റ്റിന്റെ കാരണങ്ങൾ ബോധ്യപ്പെടുത്തി എഴുതി നൽകണമെന്നത് പാലിച്ചില്ല എന്ന് ഈ പ്രതിഭാഗം അഭിഭാഷകനൊക്കെ വാദിക്കുന്നതും കണ്ടു. അതിനെ തുടർന്നാണ് കോടതിക്ക് ഇത്തരമൊരു നിലപാടിലേക്ക് എത്തേണ്ടി വന്നത്. 7:30 കോടതി വിട്ടയച്ചതിന് ശേഷം പിന്നെയും നാടകീയ രംഗങ്ങൾ. കോടതി പരിസരത്ത് റാമിനെ പോലീസ് ബലമായി കസ്റ്റഡിയിലെടുത്തു. വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോയി. ഇതോടെ ഭാര്യയും ബന്ധുക്കളും ബഹളമുണ്ടാക്കി. പിന്നാലെ റാമിന്റെ ബന്ധുവിനെയും വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയെങ്കിലും തിരികെ കോടതി പരിസരത്ത് തന്നെ പിന്നീട് ഇറക്കിവിട്ടു. റാമിനെ പിടികൂടിയില്ലെന്നും ചോദ്യം ചെയ്യലിന് ഹാജരാക്കാനുള്ള നോട്ടീസ് നൽകുകയാണ് ചെയ്തതെന്നുമാണ് ഡിവൈഎസ്പി പിന്നീട് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിട്ടില്ലെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും റാമിന്റെ അഭിഭാഷകൻ കിഷോർ പിന്നീട് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇത്തരം നാടകീയ സംഭവങ്ങളൊക്കെയാണ് അരങ്ങേറിയത്. കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കാത്ത അറസ്റ്റ്, പിന്നീട് നോട്ടീസ് കൊടുക്കാനായി വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകൽ, ഇതൊക്കെയും പോലീസിനെതിരെ വലിയ ആരോപണങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. തുടക്കം മുതൽ ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ പോലീസ് വീഴ്ച വരുത്തിയെന്ന് ആരോപണമുയർന്നിരുന്നു. പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയെങ്കിലും പ്രതിയെ പിടികൂടാനായില്ല. ഇതിനിടെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും മുൻകൂർ ജാമ്യവുമായി റാം എത്തി. കോടതിയിൽ കീഴടങ്ങാൻ വരുന്നതിനിടെ മാത്രമാണ് റാമിനെ പിടികൂടാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചത്. അതിനിടയിലാണ് ഇത്തരം ആരോപണങ്ങൾ കൂടി അന്വേഷണ സംഘത്തിനെതിരെ ഉയരുകയും കുടുംബത്തിന് തന്നെ അതുമായി രംഗത്ത് വരേണ്ടി വരികയും ചെയ്തത്. ഇനി ഇതിൽ നടപടികൾ ഉണ്ടാകുന്നു എന്നതാണ്. നിതിൻ രാജിന്റെ മരണത്തെക്കുറിച്ച് SP മോഹനചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് സംഘമായിരിക്കും ഇനി അന്വേഷിക്കുക. IG അജിത ബീഗത്തിന്റെ മേൽനോട്ടത്തിലായിരിക്കും അന്വേഷണം. നിലവിലുള്ള സംഘത്തിലെ മുഴുവൻ ഉദ്യോഗസ്ഥരെയും ഒഴിവാക്കിയാണ് ഇപ്പോൾ പരാതികളുടെ അടിസ്ഥാനത്തിൽ പുതിയൊരു സംഘത്തെ ആഭ്യന്തര വകുപ്പ് നിയോഗിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ അന്വേഷണത്തിൽ തൃപ്തരല്ലെന്ന് വ്യക്തമാക്കി നിതിന്റെ മാതാപിതാക്കൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ സന്ദർശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് രാത്രിയോടെ തന്നെ അന്വേഷണ സംഘത്തിന്റെ വീഴ്ചയെ തുടർന്ന് ഈ പുതിയ ഒരു സംഘം രൂപീകരിക്കാനുള്ള തീരുമാനം ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടികൾ കൂടി ഉണ്ടാകുന്നു. MK റാമിന്റെ അറസ്റ്റ് വൈകിയതിൽ ഉത്തരമേഖല IG-യോട് വിശദീകരണം ചോദിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറയുന്നു. അന്വേഷണത്തിന് പുതിയ സംഘത്തെ നിയോഗിച്ചു.
നിലവിലെ അന്വേഷണത്തിൽ കുടുംബത്തിന് തൃപ്തിയില്ലെന്ന പരാതിയെ തുടർന്നാണ് പുതിയ അന്വേഷണ സംഘമെന്നും ഇന്നലെ ഉണ്ടായ നാടകീയ സംഭവങ്ങളെക്കുറിച്ചും വിശദീകരണം തേടിയിട്ടുണ്ട് എന്നുമാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. പുതിയൊരു അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് ഇന്നലെ അതിന് ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും ഇതിനെ അന്വേഷിക്കാൻ പോകുന്നത്. അതിനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വീണ്ടും കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യം കോടതിയിൽ നിന്ന് വിട്ടയച്ച ശേഷം വീണ്ടും കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നു, പിന്നീട് മറ്റൊരിടത്ത് കൊണ്ട് വിട്ടയക്കുന്നു. അല്ല, അതിനെപ്പറ്റി അദ്ദേഹം പറഞ്ഞ റിപ്പോർട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്താ സംഭവിച്ചതെന്നുള്ളത്. ഉത്തരമേഖല IG-യോട് റിപ്പോർട്ട് ചോദിച്ചു. വളരെ വൈകിയാണ് അറസ്റ്റ് ഉണ്ടായത്. കോടതി അടക്കം വലിയ പ്രശ്നം ചൂണ്ടിക്കാട്ടിയിരുന്നു. അല്ല, അതിനകത്ത് ജാഗ്രത കുറവൊന്നുമില്ല. പോലീസ് പരമാവധി അവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഫോൺ കോളുകൾ പരിശോധിച്ചിരുന്നു. വളരെ ശക്തമായി തന്നെ അവരെ അന്വേഷിച്ചിരുന്നു. പ്രോസിക്യൂട്ടറെ അറിയിച്ചില്ലെന്ന് പറയുന്നുണ്ടല്ലോ. അല്ല, അതെന്താണ് സംഭവിച്ചതെന്നുള്ളത് ഞാൻ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അറസ്റ്റ് വൈകിയതിൽ വീഴ്ചയില്ല എന്ന് ആഭ്യന്തരമന്ത്രി പറയുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഇന്നലെ ഉണ്ടായിട്ടുള്ള ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാകാതെയുള്ള അറസ്റ്റ് സംബന്ധിച്ചുള്ളതിന് വിശദീകരണം തേടിയിട്ടുണ്ട് എന്നതുകൂടിയാണ് പറയുന്നത്. എന്തായാലും അന്വേഷണ സംഘത്തെ മാറ്റിയിരിക്കുകയാണ്. വരും ദിവസം ക്രൈംബ്രാഞ്ച് റാമിനെ ചോദ്യം ചെയ്യുമെന്നാണ് അറിയുന്നത്. 2 ദിവസത്തിനകം അന്വേഷണ സംഘത്തിൽ മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റാമിനെ കോടതി വിട്ടയച്ചത് നടപടിക്രമങ്ങളിലെ വീഴ്ചയെന്ന ആരോപണം ഉയർന്നതിനെ തുടർന്നാണ് ഇപ്പോൾ ഉടൻ തന്നെ ചോദ്യം ചെയ്യാനുള്ള നീക്കമൊക്കെ ക്രൈംബ്രാഞ്ച് തുടങ്ങുന്നത്. അന്വേഷണ സംഘത്തിന് മുൻപിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അറസ്റ്റിലായ ഡോക്ടർ റാം ചോദ്യം ചെയ്യലിൽ പലപ്പോഴും ഉത്തരം പറയാനാകാതെ വിതുമ്പി എന്ന വിവരങ്ങളാണ് വരുന്നത്. മാനസികമായി പീഡിപ്പിച്ചിട്ടില്ല, ഒരു അധ്യാപകൻ എന്ന നിലയിൽ കുട്ടികളോട് കുറച്ച് കർശനമായി പെരുമാറാറുണ്ട് എന്ന് പറയുകയാണ്. സ്നേഹം പലപ്പോഴും പുറത്ത് പ്രകടിപ്പിക്കാറില്ല എന്നും പറയുന്നു. അധ്യാപകന്റെ ചുമതല മാത്രമാണ് നിർവഹിച്ചതെന്നാണ് റാം പറയുന്നത്. വിദ്യാർത്ഥികളുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് എല്ലാം പറഞ്ഞിട്ടുള്ളത്. ചോദ്യം ചെയ്യലിലാണ് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ജാതി അധിക്ഷേപം നടത്തിയിട്ടില്ല, താനും നിതിൻ രാജിന്റെ ജാതിയിൽപ്പെട്ട ആളാണ്, പിന്നെ എങ്ങനെ അധിക്ഷേപം നടത്തുമെന്നൊക്കെ റാം ചോദ്യം ചെയ്യലിൽ പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ പറഞ്ഞു എന്നിട്ടുള്ള റിപ്പോർട്ടൊക്കെയാണ് വരുന്നത്. എന്തായാലും പോലീസിനെ പോലും കബളിപ്പിച്ചാണ് 100 ദിവസം ഒളിവിൽ കഴിഞ്ഞത് റാം. അതിനുശേഷവും പോലീസിന്റെ ഭാഗത്തു നിന്ന് ചില അല്ലെങ്കിൽ നാടകങ്ങൾ ഇയാളെ പുറത്തു നിർത്തുന്നതിന് വേണ്ടി ഉണ്ടാകുന്നു എന്ന വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. ആ കുടുംബത്തെ സംബന്ധിച്ച് നോക്കിയാൽ അവർക്കുണ്ടായത് വലിയ നഷ്ടമാണ്. അതിനുശേഷം അതിൻ്റെ അന്വേഷണത്തിൽ ഉൾപ്പെടെ വീഴ്ച സംഭവിക്കുന്നു എന്നത് ഉണ്ടാകാൻ പാടില്ലാത്ത സംഭവങ്ങളാണ്. എന്തായാലും ഇപ്പോൾ അവരുടെ പരാതി സ്വീകരിച്ചുകൊണ്ട് അന്വേഷണ സംഘത്തെ മാറ്റിയിരിക്കുന്നു എന്നൊരു നടപടി ഉണ്ടാകുന്നു. ഇനിയെങ്കിലും അന്വേഷണം ശരിയായ ദിശയിലാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. തുടർച്ചയായ 10ാം ദിവസവും അമേരിക്ക ഇറാൻ സംഘർഷം തുടരുകയാണ്. കുവൈറ്റിന്റെ വൈദ്യുതി ജല പ്ലാന്റിന് നേരെ ഇറാൻ വീണ്ടും ആക്രമണം നടത്തിയിരിക്കുന്നു. ബഹ്റൈനിലേക്കും ജോർദാനിലേക്കും ഇറാൻ പ്രത്യാക്രമണം രൂക്ഷമാക്കിയിരിക്കുകയാണ്. അതേസമയം ചെങ്കടലിൽ സൗദി അറേബ്യക്കെതിരെ ഹൂതി വിമതർ ഉപരോധം പ്രഖ്യാപിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. അജയ് സുധാ ബിജു ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അജയ്, 10ാം ദിവസമാണ് അതിശക്തമായ ആക്രമണം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇറാനിലേക്കും ഒപ്പം ഇറാന്റെ ഭാഗത്തു നിന്ന് ഗൾഫ് മേഖലയിലേക്കും ഉണ്ടാകുന്നത്. ഇതിങ്ങനെ നീണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ്. ആക്രമണം ഒന്ന് കടുപ്പിച്ചതിന് ശേഷം പിൻവാങ്ങുന്ന സമീപനമാണ് കുറേ നാളായി ട്രംപ് സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ യാതൊരു അയവുമില്ലാതെ ഏറ്റുമുട്ടൽ തുടരുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. എന്താണ് പശ്ചിമേഷ്യയിൽ സംഭവിക്കുന്നത്? രേണുക, ഇപ്പോൾ നിലവിൽ ആക്രമണങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് ഊർജ്ജ മേഖലയിൽ തന്നെയാണ്. ഇറാനും അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഹൂതി വിമതർ കൂടി ഈ സംഘർഷത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ചെങ്കടലിൽ സൗദി അറേബ്യക്കെതിരെയാണ് ഹൂതി വിമതർ നിലവിൽ അവരുടെ ഉപരോധം കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഉപരോധം കൂടി നിലവിൽ വന്നതോടുകൂടി ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ വില നിലവിൽ $90 പെർ ബാരൽ എന്നുള്ള നിലവാരത്തിലേക്ക് എത്തിച്ചേർന്നതായിട്ടുള്ള വിവരമുണ്ട്. അതുമാത്രമല്ല, ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ നിർദ്ദേശം പാലിക്കാതെ പോകുന്ന എല്ലാ കപ്പലുകളെയും ആക്രമിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ 2 കപ്പലുകളെ ആക്രമിച്ചതായിട്ട് IRGC പ്രസ്താവന പുറത്തിറക്കിയിരുന്നു. ഇപ്പോൾ ഒരു കപ്പൽ കൂടി ഒമാൻ തീരത്തുകൂടി കടന്നു പോകാൻ ശ്രമിക്കുകയായിരുന്ന ഒരു കപ്പൽ കൂടി ആക്രമിക്കപ്പെട്ടതായിട്ട് UK മാരിടൈം ട്രേഡ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മേഖലയിൽ ഇപ്പോഴും സംഘർഷം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. കുറച്ചു മുമ്പെയാണ് കുവൈറ്റിന്റെ
ഒരു ഊർജ അതുപോലെ തന്നെ ജല പ്ലാന്റ് ഫെസിലിറ്റിക്ക് നേരെ ഇറാന്റെ ഭാഗമായിട്ട് ആക്രമണമുണ്ടായത്. ഇറാനിലെ ഒരു ജല പ്ലാന്റിന് നേരെ അമേരിക്കയുടെ ആക്രമണം ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ ശുദ്ധജല പ്ലാന്റ് തകർന്ന് ഏതാണ്ട് 10,000 പേരോളം ഈ ശുദ്ധജല ദൗർലഭ്യം അനുഭവിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായതായിട്ട് ഇറാന്റെ ആഭ്യന്തര മന്ത്രാലയം പ്രസ്താവന ഇറക്കിയിരുന്നു. അതിനുശേഷം കുവൈറ്റിന്റെ ഈ ജല പ്ലാന്റിന് നേരെ ഇതിനു മുൻപേയും ഇറാന്റെ ആക്രമണമുണ്ടായി. ഇപ്പോൾ നിലവിൽ നടന്നിട്ടുള്ള ആക്രമണത്തിൽ അവിടെ ചില കെട്ടിടങ്ങൾക്കടക്കം നാശനഷ്ടം സംഭവിച്ചതായിട്ടാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബഹ്റൈന് നേരെയും ശക്തമായിട്ടുള്ള ആക്രമണം തന്നെ ഉണ്ടായി. ഇന്ന് നിരവധി തവണ അവിടെ മുന്നറിയിപ്പ് സൈറനുകൾ ഉൾപ്പെടെ മുഴക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇതിനിടെ പെന്റഗന്റെ ഒരു റിപ്പോർട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ജൂലൈ 7-ാം തീയതി മുതൽ US-ലെ ഈ സൈനികർക്ക് പരിക്കേറ്റ ചില കണക്കുകളാണ്. ഏതാണ്ട് ജൂലൈ 7 മുതൽ 100ഓളം US സൈനികർക്ക് പരിക്കേറ്റതായിട്ടാണ് പെന്റഗൺ നിലവിൽ പുറത്തുവിട്ടിട്ടുള്ള റിപ്പോർട്ട്. അതായത് ഇറാന്റെ ആക്രമണത്തിൽ US-നും കനത്ത ഒരു നാശനഷ്ടങ്ങൾ മേഖലയിൽ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ തിരിച്ചടികൾ US-നും ഏൽക്കേണ്ടി വരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവ് കൂടിയാണ് പെന്റഗന്റെ ഭാഗത്തു നിന്നുള്ള ഈ റിപ്പോർട്ട്. അതുമാത്രമല്ല, പെന്റഗന്റെ ഒരു ഉദ്യോഗസ്ഥൻ അവരുടെ ഒരു രഹസ്യ ഉദ്യോഗസ്ഥ ലെവൽ മീറ്റിംഗിൽ ഇപ്പോൾ US-ന് ഇറാനെ ആക്രമിക്കാൻ തക്കവണ്ണമുള്ള ആയുധങ്ങളുടെ ഒരു ശേഖരം നിലവിൽ പശ്ചിമേഷ്യയിൽ ഇല്ല എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് അവതരിപ്പിച്ചതായിട്ടുള്ള ചില വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇത് എന്നാൽ സ്ഥിരീകരിക്കാത്ത ചില വിവരങ്ങളാണ്. ഇതിനിടെ US-ന്റെ പ്രതിരോധ സെക്രട്ടറി ആയിട്ടുള്ള പീറ്റ് ഹെക്സെറ്റ് ഇന്ന് US-ന്റെ ലോ മേക്കേഴ്സ് കോൺഗ്രസിൽ ഹാജരാകും എന്നുള്ള വിവരങ്ങളുണ്ട്. ഇദ്ദേഹം ആ മീറ്റിംഗിൽ ഹാജരാകുന്നതോടുകൂടെ യുദ്ധത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളും അമേരിക്കയുടെ ഇനി മുന്നോട്ടുള്ള പോക്ക് എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളും കൂടുതൽ വ്യക്തമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരി, അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സംഘർഷം കൂടുതൽ ശക്തമാകുന്നുണ്ട്. ഇനിയൊരു അമേരിക്കൻ സൈനികന് കൂടി ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ അത് തീക്കളിയായി മാറും എന്നതാണ് ട്രംപിന്റെ ഇറാനോടുള്ള ഭീഷണി. ജോർദാനിൽ ഒരു സൈനികൻ കൂടി കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ട്രംപ് ഈ ഭീഷണി മുഴക്കിയത്. മാത്രവുമല്ല, നേരത്തെ അജയ് സൂചിപ്പിച്ചതുപോലെ ഹൂതികൾ ഉപരോധം കടുപ്പിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ചരക്ക് നീക്കം കൂടുതൽ അപകടത്തിലേക്ക് നീങ്ങുകയാണ്. എണ്ണവില കൂടാനുള്ള സാഹചര്യമാണ്. എന്തായാലും ഹൂതികളുടെ ഈ ആരോപണം സൗദി അറേബ്യ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പ്രശ്നങ്ങൾക്കല്ല സൗദി ശ്രമിക്കുന്നത് എന്നതാണ് അവർ ഔദ്യോഗികമായി തന്നെ ആ പ്രശ്നത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. എന്നാൽ നിലപാട് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന സ്വരവും സൗദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ആകെ കലുഷിതമാണ് പശ്ചിമേഷ്യൻ സാഹചര്യം. 10ാം ദിവസവും യാതൊരു അയവുമില്ലാതെ അത് തുടരുന്നു. അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. നേരം വൈകുന്നേരം പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.